ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡിസൈൻ പോയിന്റ് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ലൈവ് സ്ട്രീം ചെയ്യുന്നതിൻ്റെ രണ്ടാമത്തെ പാർട്ട് വീഡിയോയിലാണ്. അപ്പോൾ മുമ്പത്തെ വീഡിയോ കാണാത്തവരുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് അത് വാച്ച് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ പാർട്ട് കാണുക. അതുപോലെ തന്നെ അതെങ്ങനെ ലൈവ് സ്ട്രീമിങ് നമുക്ക് അതിൻ്റെ ഷെഡ്യൂൾ ചെയ്ത് വെക്കാം, അതുപോലെ തന്നെ എങ്ങനെ ലൈവ് ചെയ്യാം, എൻഡ് ചെയ്യാം എന്നുള്ള A to Z കാര്യങ്ങൾ മുഴുവനായിട്ട് നമുക്ക് വീഡിയോയിൽ നോക്കണം. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ടൈം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. ലൈവ് സ്ട്രീമിൻ്റെ കീ ഒക്കെ സെറ്റ് ചെയ്യാൻ നോക്കാം, അതിൻ്റെ ടൈറ്റിലും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനായിട്ട് ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യാം. പുതിയൊരു പേജ് ഓപ്പൺ ചെയ്തതിന് ശേഷം www.youtube.com അടിച്ചു കൊടുക്കാം. ഇവിടെ വന്നിട്ടുണ്ട് മുകളിൽ. ഏത് ചാനൽ ലൈവ് ചെയ്യണമെന്ന് വെച്ചാൽ അത് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഡെസ്ക്ടോപ്പ് സൈറ്റ് എനേബിൾ ചെയ്യുക. 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡെസ്ക്ടോപ്പ് സൈറ്റ് എനേബിൾ ചെയ്യുക. അപ്പോൾ ഡെസ്ക്ടോപ്പ് മോഡിൽ നമ്മുടെ മൊബൈൽ ഫോണിൽ നമുക്ക് നമ്മുടെ യൂട്യൂബ് ഓപ്പൺ ആവും. ശേഷം സൂം ചെയ്തിട്ട് റൈറ്റിൽ മുകളിലുണ്ടാവും ചാനൽ ലോഗോ, അതിൽ ക്ലിക്ക് ചെയ്യുക. യുവർ ചാനലിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ കസ്റ്റമൈസ് ചാനലിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ ഓപ്ഷൻ ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്രോം അപ്ഡേറ്റ് ചെയ്താൽ മതി. യൂട്യൂബ് സ്റ്റുഡിയോ ഡെസ്ക്ടോപ്പ് സൈറ്റിൽ ഓപ്പൺ ആയി വരും. അപ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും നമ്മുടെ ക്രോം ഓപ്പൺ ആക്കിയാൽ സ്റ്റുഡിയോയിൽ വരിക. അതിനുശേഷം ഇവിടെ ക്രിയേറ്റ് കൊടുക്കുക. അതിനുശേഷം രണ്ടാമത്തെ ഓപ്ഷൻ ഗോ ലൈവ് ഉണ്ടാവും. ഗോ ലൈവിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ലൈവ് സ്ട്രീമിൻ്റെ ഓപ്ഷൻ ഓണായി വന്നിട്ടുണ്ട്. ജസ്റ്റ് ഇതൊന്ന് സ്റ്റാർട്ട് കൊടുക്കുക. ഗോ കൊടുക്കുക മുകളിൽ. ശേഷം അപ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ മുകളിലുണ്ടാവും സ്ട്രീം വെബ് ക്യാം മാനേജ്, അതിൽ മാനേജിൽ കൊടുക്കുക. മാനേജിൽ കൊടുത്താൽ റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് ഷെഡ്യൂൾ സ്ട്രീമിംഗ് കാണിക്കും. ക്ലോസ് ചെയ്തിട്ട് ഷെഡ്യൂൾ സ്ട്രീമിങ്ങിൽ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ഇൻ്റർഫേസ് വരും. അപ്പോൾ ഇതിൽ നമുക്ക് നമ്മുടെ ലൈവിൻ്റെ ടൈറ്റിൽ കൊടുക്കാം. ടെസ്റ്റ് കൊടുക്കുന്നുണ്ട്, ടെസ്റ്റ് ലൈവ്. ഓക്കെ, പബ്ലിക് വേണമെങ്കിൽ പബ്ലിക്, ലൈവ് പബ്ലിക് തന്നെയാണല്ലോ, പബ്ലിക്കായി കൊടുക്കുക. ഡിസ്ക്രിപ്ഷനിൽ എന്തെങ്കിലും ആഡ് ചെയ്യാണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുക. ലൈവ് ഇടാൻ ഉദ്ദേശിക്കുന്ന ഡേറ്റ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക, 13-ാം തീയതി. അതുപോലെ തന്നെ ടൈമും ജസ്റ്റ് ഇവിടെ നിന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാനൊരു 10 മണി കൊടുത്തിട്ടുണ്ട്. ശേഷം നമുക്ക് തമ്പനെയിൽ എന്തെങ്കിലും ആഡ് ചെയ്യാണ്ടെങ്കിൽ അപ്ലോഡ് കസ്റ്റം തമ്പനെയിൽ പോയതിന് ശേഷം ജസ്റ്റ് തമ്പനെയിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ ഏജ് നോന്നില്ല കൊടുക്കുക. ഓക്കെ, രണ്ടും നോന്നില്ല എനേബിൾ ചെയ്തിടുക. ക്രിയേറ്റ് സ്ട്രീം കൊടുക്കുക. മുകളിൽ ലോഡാവുണ്ട്. അപ്പോൾ ഇങ്ങനെ വരും. ഈ ഇൻ്റർഫേസിൽ നമുക്ക് കാണാൻ പറ്റുന്ന സ്ട്രീമിംഗ് സെറ്റിങ്സിൽ സ്ട്രീം ലാബ്സിൽ ലൈവ് ചെയ്യാനാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതിനുശേഷം ഇവിടെ നമ്മുടെ സ്ട്രീം കീ കാണുന്നുണ്ട്, സ്ട്രീം URL ഒക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലൊന്നും ചേഞ്ച് ചെയ്യാനില്ല. നേരെ നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക, സ്ട്രീം ലാബ്സ് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്ട്രീം ലാബ്സ് നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആകുമ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും കാണിക്കുക. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡൗൺലോഡ് ചെയ്യുക, യൂസ് ചെയ്യുക. അപ്പോൾ ഇതിൽ നമ്മൾ യൂട്യൂബ് വെച്ചിട്ടാണ് ലിങ്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ യൂട്യൂബ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഏത് യൂട്യൂബ് ചാനലിലാണ് നമ്മൾ ലിങ്ക് ചെയ്യണം അതിൻ്റെ ഇമെയിൽ അടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ അതിൻ്റെ പാസ്വേഡ് അടിച്ചു കൊടുക്കുക. ഓക്കെ, ഞാൻ ഇമെയിലും പാസ്വേഡ് അടിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് കൊടുക്കുക. നമ്മുടെ അക്കൗണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇൻ്റർഫേസ് ഓൺ ആയി വരും. ജസ്റ്റ് യൂസ് യുവർ ക്യാമറ എന്നുള്ളത് ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എനേബിൾ ക്യാമറ എസ് കൊടുക്കുക. അതുപോലെ തന്നെ എനേബിൾ മൈക്രോഫോൺ, അതും ഫസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, താഴെ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. യൂട്യൂബ് കൊടുത്തതിന് ശേഷം ഓക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, യൂട്യൂബ് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിതിൽ കുറച്ച് സെറ്റിങ്സ് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സ്ട്രീം സെറ്റിങ്സിൽ പോയിട്ട് ഓഡിയോ സെറ്റിങ്സൊക്കെ കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, റെക്കോർഡിങ്
എനേബിൾ ചെയ്ത് കൊടുക്കുക. ഇതിൽ വേറെ ചേഞ്ചിങ് ഒന്നും ചെയ്യാനില്ല. ഓക്കെ, അതിൽ വീഡിയോ സെറ്റിങ്സിൽ പോവുക. ഔട്ട്പുട്ട് റെസൊല്യൂഷന് 720x720 കൊടുക്കുക, 1080 കൊടുക്കുക. ഓക്കെ, ഞാൻ 1080 കൊടുത്തിട്ടുണ്ട്. ഫ്രെയിം റേറ്റ് 60 കൊടുക്കുക. ഓക്കെ, മാക്സിമം വീഡിയോ ബിറ്റ് റേറ്റ് ഞാൻ ചേഞ്ച് ചെയ്യണമെന്നില്ല. വേണമെങ്കിൽ ബിറ്റ് റേറ്റ് kbps കൂട്ടി കൊടുക്കുക. ഓക്കെ, ശേഷം ബാക്ക് കൊടുക്കുക. ഇവൻ്റ് ലിസ്റ്റിൽ നമുക്ക് ഇതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്, ഇതിലൊന്നും ചേഞ്ച് ചെയ്യാനില്ല. ഓക്കെ, ബാക്ക് കൊടുക്കുക. ശേഷം പ്ലാറ്റ്ഫോം സെറ്റിങ്സിൽ പോവുക. യൂട്യൂബ് സെറ്റിങ്സിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വ്യൂവേഴ്സ് കൗണ്ട് ഹൈഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്, അത് ഞാൻ എനേബിൾ ചെയ്തിരുന്നില്ല. അതിലൊന്നും നമുക്ക് മാറ്റം വരുത്താനില്ല. ഓക്കെ, ശേഷം ബാക്ക് അടിക്കുക. ഗോ ടു അഡ്വാൻസ് സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ കണ്ടിന്യൂ എടുക്കുക. ഇതിലാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യേണ്ടത്. അതായത് നമ്മുടെ ചാനലിൽ കൊടുക്കാനുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ സെറ്റ് ചെയ്തല്ലോ, പിക്സൽ ലാബിൽ ചെയ്ത് വെച്ച PNGs മറ്റൊക്കെ ആഡ് ചെയ്യേണ്ട ഇതിലാണ്. അപ്പോൾ ഇതിൽ എഡിറ്റേഴ്സിൽ പോവുക. ചാനൽ അലർട്ട് ബോക്സ് ഉണ്ടാവും, ജസ്റ്റ് അതൊന്ന് ക്ലോസ് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുക. 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഡിലീറ്റ് കൊടുക്കുക. ഓക്കെ, അതിന് ശേഷം ലെയറിൽ പോയിട്ട് ആഡ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ആഡ് എ കസ്റ്റം ഐറ്റമിൽ ക്ലിക്ക് ചെയ്യുക. അപ്ലോഡ് ഇമേജ് ഫ്രം ഡിവൈസ് രണ്ടാമത്തിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോട്ടോസ് ഇവിടെ ഓണായി വരും. ശേഷം നമ്മുടെ ആ ഒരു ഫയൽ നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണുന്നുണ്ട് ഇമേജ് എന്നുള്ളത്. ജസ്റ്റ് ഒന്ന് നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് പിടിക്കാം നമ്മുടെ ക്യാമറ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കാണുന്നുണ്ട് നമ്മൾ ചെയ്ത് വെച്ച സംഭവം നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഇതൊന്ന് നമുക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഡ്രാഗ് ചെയ്യുമ്പോൾ ജസ്റ്റ് അത് അവിടെ ഇവിടെ നിൽക്കും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, ടിക്ക് കൊടുക്കുക. ഓക്കെ, ഒന്ന് ബാക്ക് അടിച്ച് നോക്കുക, യൂട്യൂബ് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ഉണ്ടല്ലേ, നമ്മുടെ സംഭവം റെഡിയായി വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇതാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ മാറ്റമൊക്കെ വരുത്താം. കണ്ടില്ലേ, ഒരു ലൈവ് സ്ട്രീമിങ് നമ്മുടെ OBS സോഫ്റ്റ്വെയറിൽ വെച്ച് ചെയ്യണ ആ ഒരു രൂപത്തിൽ നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൽ വേറെയും കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഈ ഒരു ബാറിൽ ക്ലിക്ക് ചെയ്യുക, എഡിറ്റിൽ പോവുക. ലെയേഴ്സിൽ നമുക്ക് ആഡ് ലെയറിൽ കൊടുത്താൽ ആഡ് കസ്റ്റം ഐറ്റംസിൽ പോയാൽ നമുക്ക് ഇതിൽ ടെക്സ്റ്റ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള ടെക്സ്റ്റ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് കളർ ആണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്തിട്ട് ട്രാൻസ്പെറൻറ്റ് ആക്കുക. അതുപോലെ അതിൻ്റെ ഫോണ്ട് സൈസ് ഇവിടെ കൂട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട്. ശേഷം ഇവിടെ ജസ്റ്റ് ആഡ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആഡ് ചെയ്ത ആ ഒരു ടെക്സ്റ്റും ഇവിടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ടെക്സ്റ്റ് ഇതിൽ ആഡ് ചെയ്യാണ്ടെങ്കിൽ ടെക്സ്റ്റ് ആഡ് ചെയ്തതിന് ശേഷം ടിക്ക് കൊടുക്കുക. ബാക്ക് അടിച്ചാൽ ആ ഒരു ടെക്സ്റ്റും അവിടെ വന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റേഴ്സിൽ പോവുക. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക, 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് കൊടുക്കുക. ഓക്കെ, ലെയേഴ്സിൽ പോയാൽ ഒരുപാട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് നിങ്ങൾ ഓരോന്ന് നോക്കി വെക്കുക. ആഡ് ലെയറിൽ പോയാൽ ഇനിയൊരു ക്യാമറ, ജസ്റ്റ് അടുത്തൊരു ക്യാമറ ആഡ് ചെയ്യണമെങ്കിൽ ക്യാമറ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ജസ്റ്റ് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ലെയേഴ്സിൽ പോയാൽ വേറെയും കുറേ ഓപ്ഷൻസ് ഉണ്ട്. സ്ട്രീം ലാബ്സ് ഇമേജുകൾ ഇതിൽ പോയാൽ ഓൾറെഡി ഇതിൽ കുറേ സെറ്റിങ്സ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യാം, ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരൊരു പ്രീസെറ്റ് ഇതിലേക്ക് ഓണായി വരും. ഉണ്ടല്ലേ, ജസ്റ്റ് എഡിറ്റിൽ പോയിട്ട് നമുക്ക് അവിടെ ഇവിടെ നീക്കി വെച്ച് കൊടുക്കാൻ നല്ല ഓപ്ഷൻ ഉണ്ട്. ഞാനത് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളൊന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. പിക്സൽ ലാബിന്ന് ഇങ്ങനെ ക്രിയേറ്റിനായിരിക്കും ഒന്നുകൂടെ നല്ലത് മറ്റേതിനെക്കാട്ടിലും. ഓക്കെ, ലെയേഴ്സിൽ പോവുക, ആഡ് ലെയർ. ഇതിൽ നമ്മുടെ സ്ക്രീന് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ നമ്മുടെ ഗെയിം ലൈവ് ചെയ്യാനൊക്കെ നമ്മുടെ സ്ക്രീനൊക്കെ ലൈവ് ചെയ്യാൻ പറ്റും. സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടതിന് ശേഷം ലൈവ് ഇടൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് കാണാം സെൻട്രൽ തന്നെ ഗോ ലൈവ്. ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ശേഷം സെലക്ട് ചെയ്യുക പ്ലാറ്റ്ഫോമിൽ യൂട്യൂബ് സെലക്ട് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. ശേഷം അപ്കമിങ് ഇവൻറ്റിൽ ക്ലിക്ക് ചെയ്യുക, താഴത്ത് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഷെഡ്യൂൾ വെച്ചിട്ടുള്ള നമ്മുടെ ലൈവിൻ്റെ ഇതിൽ വരും. നമ്മൾ ലൈവ് ടെസ്റ്റ് ഇവിടെ ഇതാക്കി വെച്ചിട്ടുണ്ട് ജൂലൈ 13 10 മണിക്ക്. അപ്പോൾ 10 മണി ആകുന്ന ടൈമിൽ നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്ന് എനേബിൾ ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക.
അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ചേഞ്ച് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഡേറ്റിൽ മാറ്റം വരുത്തുക, ഡിസ്ക്രിപ്ഷനിൽ എന്തെങ്കിലും മാറ്റം വരുത്താണ്ട് മാറ്റം വരുത്തിയതിന് ശേഷം ജസ്റ്റ് ഇവിടെ ഗോ ലൈവ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ മുകളിൽ നമ്മുടെ സെക്കൻഡ് അവിടെ ഓടുന്നുണ്ട് ലൈവിൻ്റെ ടൈമിങ്. അതിൻ്റെ FPS കാണിക്കുന്നുണ്ട്, KBS കാണിക്കുന്നുണ്ട്, എത്ര ഓഡിയൻസ് നമ്മുടെ ലൈവ് കാണുന്നുണ്ടെന്നില്ല ഇതൊക്കെ അവിടെ കാണുന്നുണ്ട്. അപ്പോൾ ലൈവ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ റെഡ് ബട്ടണിൽ സ്റ്റോപ്പ് കാണിക്കുന്നുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക, എൻ്റെ യൂട്യൂബ് എനേബിൾ ചെയ്തതിന് ശേഷം സ്റ്റോപ്പ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ലൈവ് സ്റ്റോപ്പായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലൈവ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിൽ പോയി നോക്കിയാൽ നമ്മുടെ വീഡിയോ അവിടെ കാണാൻ പറ്റും. അപ്പോൾ അതിലെന്തെങ്കിലും മാറ്റം വരുത്തുന്ന തമ്പനയിലൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റും അവിടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ വാട്സപ്പിലൊക്കെ ചോദിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.